നമസ്കാരം. നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച കവളങ്ങാട് പഞ്ചായത്ത് അധികൃതർ. നാളെ നടത്താനിരിക്കുന്ന നവീകരിച്ച നേരിമംഗലം ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ് അധികാരികൾ അടച്ചിരിക്കുന്നത്. നൂറുകണക്കിന് ബസ്സുകൾ കയറിറങ്ങിപ്പോകുന്ന സ്റ്റാൻഡിൽ ഇപ്പോൾ ബസ്സുകൾ നിർത്തുന്നത് റോഡ് വക്കിലാണ്. അപകടകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് വാർഡ് മെമ്പർ സൗമ്യ ശശി. നേരിമംഗലം ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഒരാഴ്ച മുന്നേ കഴിഞ്ഞതാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരുന്നതുമാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇന്ന് രാവിലെ ഒരു 12 മണിക്ക് ശേഷം പോലീസുകാരെ ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ എന്തോ പരാതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇത്തരത്തിലൊരു സംഭവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വണ്ടി NH-ലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണ് ബസ്സിൽ കയറുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത് ബുദ്ധിമുട്ടാണ്. ഇതിവിടെ അടച്ചു കെട്ടിയത് മുഖാന്തരം എനിക്ക് വാർഡ് മെമ്പർ നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്, ഇത് ഒരു പുതിയ ഫണ്ട് വെച്ച് ചെയ്തതല്ല, മെയിൻ്റനൻസ് വർക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു കൊടുക്കാവുന്നതാണ്. പക്ഷേ നാളെ MLA വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ, സാധാരണ MLA MP ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രോഗ്രാമിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ള ഒരു നിയമമുണ്ട്. അതായത് ഫ്ലെക്സ് അടിക്കൽ, അതുപോലെ ഫലകം വെക്കൽ, ടീ പാർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം 50,000 രൂപ മുതൽ ചെലവഴിക്കാവുന്നുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ സാധാരണക്കാർ നികുതി അടയ്ക്കുന്ന പഞ്ചായത്തിൻ്റെ വരുമാനം ദൂർത്തടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് കവളങ്ങാട് പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വണ്ടികളെല്ലാം ഇപ്പോൾ NH-ൻ്റെ സൈഡിലാണ് നിർത്തുന്നത്. മഴയുണ്ട്. ഇപ്പം ആളുകൾക്കൊക്കെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിലും ഇവിടെ സ്കൂള് വിട്ട സമയത്ത് ഒരു കുട്ടി ക്രോസ് ചെയ്ത് ഓടി അപകടം നടക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെയും ഇന്ന് വന്ന് പറയുകയുണ്ടായി. അപ്പം 3-4 ദിവസമായിട്ടും അടച്ചു കെട്ടാത്ത ഈ ഒരു ബസ് സ്റ്റാൻഡ് ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് അടച്ചു കെട്ടിയതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് നാളെ നടക്കുന്ന ഉദ്ഘാടനത്തിനനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇതെന്താണേലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെ വ്യാപാരികളും നാട്ടുകാരൊക്കെയും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനിയും അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് വാർഡ് മെമ്പർ നിലയിൽ എനിക്ക് സാധിക്കത്തില്ല.